നിമിഷങ്ങൾ കൂടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലോട്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കർത്താവ് നമ്മോട് ഇന്ന് പകൽക്കാലം സംസാരിക്കുമാറാകട്ടെ. വളരെ പരിചയമുള്ള, കാണാതറിയാവുന്ന ഒരു ദൈവജന ഭാഗത്തോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. We'll go to the very first book of the Bible, Genesis chapter 1, and we will read from verses 1 to 4. Thank you, Ashel, for reading those verses aloud. വളരെ പരിചയമുള്ള ദൈവത്തിൻ്റെ വചനഭാഗമാണ് ഇന്ന് പകൽക്കാലം നാം വായിക്കുവാനിടയായി തീർന്നത്. In fact, as I was thinking about a few things, then my attention went to the first chapter of the Bible, and I started reading it again. And as I was reading, there were a few thoughts. ചില ചിന്തകൾ എൻ്റെ മനസ്സിലോട്ട് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ പരിചയമുള്ളതാണ്. We know what is happening in the first book of the Bible. എനിക്ക് ഒത്തിരി ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയേണ്ടുന്ന കാര്യമില്ല. But every one of us loves a fresh start, right? ഒരു പുതിയ ആരംഭം നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്, right? A new season, a new chapter, a new beginning, right? Who doesn't want that? ആരാണ് ആഗ്രഹിക്കാത്തത്? എല്ലാവരും ആഗ്രഹിക്കും, praise God. But sometime, even though we long for a new beginning, a fresh start, we feel like dark, empty, disoriented and formless in our life. Praise God. We might wonder, can I ever start again? Can I ever dream of a new beginning? ചില ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കും, ഇനിയൊരു പുതിയ ആരംഭം സാധ്യമാണോ? Praise God. ഇനിയും ഒരു പുതിയ ആരംഭം നടക്കുമോ? Is it possible in my life? Praise God. But if you look at the book of Genesis chapter 1, Genesis chapter 1 is more than a story of creation, I would say. Praise God. In fact, it is a story of transformation. Praise God. Even though the first verse says, in the beginning God created the heavens and the earth, if you go to the rest of the verses, in fact, God is kind of recreating everything out of chaos. അല്ലേ? Praise God. ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ വാക്യത്തിൽ ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നുവെങ്കിലും രണ്ടാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, പ്രൈസ് ഗോഡ്, കയോട്ടിക്കായി കിടന്ന, എല്ലാം നഷ്ടപ്പെട്ട് ഇരുള് ബാധിച്ച് കിടന്നതിനെ സ്തോത്രം ട്രാൻസ്ഫോം ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ കാണുവാൻ തക്കനിടയായി തീർന്നത്. പ്രൈസ് ഗോഡ്. ഇൻ അതർ വേർഡ്സ്, if you think that a new start is not possible to me at all, let me tell you, my beloved, the very first chapter of the Bible explains it clearly that it doesn't matter how chaotic your life is, a fresh start is possible with my God. Praise God. നിന്റെ ജീവിതം എത്ര തകർന്ന് തരിപ്പണമായതാണെങ്കിലും, എത്രമാത്രം ഇരുള് നിന്റെ ജീവിതത്തെ ബാധിച്ചതാണെങ്കിലും, എൻ്റെ ദൈവത്താൽ ഒരു പുതിയ ആരംഭം സാധ്യമാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. പ്രൈസ് ഗോഡ്. തള്ളിക്കളയാൻ വരട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ലെറ്റ് മീ ടെൽ യു, മൈ ബിലവഡ്, ഹി ക്യാൻ സ്റ്റാർട്ട് your life
again, praise God, with from any kind of state. Hallelujah. ദൈവത്താൽ അത് സാധ്യമാണ്. സ്തോത്രം. ആദ്യത്തെ വാക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ്. പ്രൈസ് ഗാഡ്. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സോ പ്രൈസ് ഗാഡ്, when it says in the beginning God, matter comes after. ബാക്കിയുള്ള പദാർത്ഥങ്ങളെല്ലാം, ആമേൻ, സ്തോത്രം, പിന്നീടാണ് വരുന്നത്. വിച്ച് മീൻസ് ഈവൻ ബിഫോർ എനി മാറ്റർ എക്സിസ്റ്റഡ് there was God. Praise God. ആമേൻ. ഈ ലോകത്തിൽ ഏത് പദാർത്ഥമാണെങ്കിലും, ആമേൻ, അത് യൂണിവേഴ്സിലുള്ള എന്താണെങ്കിലും, before it came into existence there was God. ദൈവം ഉണ്ടായിരുന്നു. Praise God. So, ആമേൻ, praise God, with God a fresh start is possible. Praise God. In other words, if God is there in your life, let me tell you, my beloved, amen, praise God, even though you think everything is empty and you don't see anything at all, amen, praise God, He can start something new in your life. Praise God. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. പ്രൈസ് ഗോഡ്. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ആമേൻ, പ്രൈസ് ഗോഡ്. അടിവരായിട്ട് പറയാൻ, there is no beginning without God. ദൈവത്താൽ അല്ലാതെ ഒരു ആരംഭമില്ല. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് എന്ന് വെച്ചാൽ there is no beginning without God. Praise God. But let me tell you, praise God, when God begins, there is a process that will follow. Praise God. He not only begins, He will bring order and form. Praise God. When He begins, He brings order and form. He brings shapes and He fills what He, amen, creates. Praise God. ദൈവം തുടങ്ങിയാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ തുടങ്ങിയാൽ ഒരു പക്ഷെങ്കിൽ ആദ്യത്തെ കുറ്റി അടിക്കുന്നതിന് മുമ്പേ എല്ലാം തകരും. But when God creates, amen, praise God, when He begins with a plan, with a purpose, praise God, and He brings order into what He begins. He brings shapes into what He begins, amen, and He fills what He begins. Praise God. നിന്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം എന്ത് തുടങ്ങിയാലും അതൊരു തുടക്കം കൊണ്ട് തീരത്തില്ല. ദൈവമാണ് തുടങ്ങുന്നതെങ്കിൽ തുടങ്ങുന്നതിനകത്തൊരു ഓർഡർ കൊണ്ടുവന്ന്, തുടങ്ങുന്നതിനകത്തൊരു, ആമേൻ, ഫോം കൊണ്ടുവന്ന് തുടങ്ങുന്നതിനെ നിറച്ച് അനുഗ്രഹിക്കുവാൻ. Praise God. And if you read the rest of the verses, He begins and He blesses what He begins. Praise God. അതാണ് ദൈവം തുടങ്ങിയുള്ള അനുഗ്രഹം. ആമേൻ. എന്തെന്നറിയാമോ? ദൈവം തുടങ്ങുക മാത്രമല്ല, തുടങ്ങി വെച്ചിരിക്കുന്നതിനെ തൻ്റെ വായിലെ വാക്കുകളാൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആമേൻ. Praise God. When He begins something in your life, He will bless the very thing He began with His words. Praise God. ഞാൻ ചോദിക്കട്ടെ, if, praise God, God's words can bring everything out of nothing, and the same God blesses what He begins, praise God, let me tell you, my beloved, the blessing is forever. Praise God. ദൈവമാണ് അനുഗ്രഹിക്കുന്നതെങ്കിൽ ആ അനുഗ്രഹം ശാശ്വതമാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സോ ലെറ്റ് മീ ഈ ഭാഗങ്ങളിലോട്ട് പെട്ടെന്നൊന്ന് കടന്നു വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ഗാഡ്. ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, now we are very interested in reading Genesis chapter 1, right? Because the moment we start to, and I believe this, praise God, there are volumes of books written on the basis of chapter 1. Praise God. Volumes of book. If you look at the number of books written by the scholars to discuss what has recorded in chapter 1 of the book of Genesis, praise God, there are many.
ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ബുക്കുകൾ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വേഴ്സുകളെ ആസ്പദമാക്കിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ഗാഡ്. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഗാഡ്. There are lots of time. And because it is our, and when we get together and if we begin a discussion based on what is recorded in, praise God, Genesis chapter 1, we are ready to discuss for hours. അല്ലേ? മണിക്കൂറുകൾ ബോറടിക്കാതെ വേണമെങ്കിൽ ഈ കാര്യങ്ങളെപ്പറ്റി ഇരുന്ന് ഡിസ്കസ് ചെയ്യുവാൻ നമ്മൾ തയ്യാറാണ്. Praise God. We may not be ready to, discuss about holiness. We may not be ready to discuss about faith. Praise God. Or any other things. Praise God. But, if someone begins a discussion about what is recorded in Genesis chapter 1, we are ready. Praise God. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. But let me tell you, my beloved, praise God, there are 50 chapters and plenty of verses in the book of Genesis. Praise God. But the author of the Genesis, inspired by the Holy Spirit, only spared a few verses to talk about this. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. ഒരുപാട് വാക്യങ്ങൾ പ്രൈസ് ഗോഡ് ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. 50 അധ്യായങ്ങളുണ്ട്, ഒരുപാട് വാക്യങ്ങളുമുണ്ട്. എന്നാൽ ഗ്രന്ഥകർത്താവ് പരിശുദ്ധാത്മ പ്രേരിതനായി കുറച്ച് ചില വാക്യങ്ങൾ മാത്രമേ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളൂ. That itself says that the intention of the author of the Genesis was not to give us a detailed or comprehensive account of the creation. Praise God. അതായിരുന്നു ഗ്രന്ഥകർത്താവിന്റെ ഉദ്ദേശമെങ്കിൽ he could have spared at least 15 chapters. ഒരു 10-20 ചാപ്റ്റർ എങ്കിലും എഴുതാമായിരുന്നു. പക്ഷെ ആ 10-20 ചാപ്റ്റർ ഒന്നും എഴുതിയില്ല. ഫ്യൂ വേഴ്സസ് മാത്രമേ എഴുതിയുള്ളൂ. കാരണം എന്തെന്നറിയാമോ? That was not the primary concern of the author of Genesis or the Holy Spirit. The primary concern of the author of the Genesis was to introduce to us two main figures. Praise God. Number 1, God the creator. Number 2, humanity, his creation. And then set the stage for unfolding the long story of their relationship. പ്രൈസ് ഗോഡ്. എന്തായിരുന്നു ഗ്രന്ഥകർത്താവിന്റെ പ്രധാന ഉദ്ദേശം? 2 കാര്യങ്ങളെ നമ്മോട് പരിചയപ്പെടുക. എന്താണെന്നറിയാമോ? സൃഷ്ടിതാവാകുന്ന ദൈവത്തെയും ആ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെയും പിന്നീട് ആ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെയും പറ്റി അവരുടെ ആ ലോങ് സ്റ്റോറിയെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഗ്രന്ഥകർത്താവിന്റെ ഉദ്ദേശം. And whatever we see in Genesis chapter 1 was just an introduction. Praise God. ആ ഒരു കാര്യത്തെ നമ്മോട് പരിചയപ്പെടുത്തുവാനുള്ള ഒരാമുഖം മാത്രമായിരുന്നു. But unfortunately, praise God, we give lots of importance to what was not important or the primary concern for God and the author, and we give praise God, least important praise God, for the primary concern of God and the author of Genesis. അതെന്താണെന്നറിയാമോ? The relationship between God and the human. Praise God. സ്തോത്രം. ദൈവത്തിന് എപ്പോഴും പ്രധാനം എന്തെന്നറിയാമോ? നാമും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. Praise God. For God, what is most important is our relationship with our God. Praise God. Hallelujah. അതിനെപ്പറ്റി പറയാനാണ്. In fact, the whole book is about it. Praise God. In fact, the Christian life is all about
building relationship with God and building relationship with people, praise God. And when we fail in that, we fail utterly. When you fail in building relationship with your God, you fail in all the areas of your life, praise God. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഈ ദൈവ വചനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. നീയും നിന്റെ ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ടാകണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ്. നമ്മൾ ഒത്തിരി കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യും, ആമേൻ, ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയും. പക്ഷേ how many of you are really interested in talking about or thinking about your relationship with your God? You know, praise God, my God himself has came down to this world to rebuild that relationship, praise God. He is not only a God who creates, but he is also a God who recreates and rebuilds. Hallelujah. ദൈവത്തിന്റെ ഹൃദയത്തിനകത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമായി ഒരു നല്ല ബന്ധമുണ്ടായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. He wants to relate to us. പ്രൈസ് ഗോഡ്. ആ ദൈവം നാമുമായി ബന്ധപ്പെടുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആ ബന്ധത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറിപ്പോകരുത്. സോ when you start reading, praise God, Genesis chapter 1, usually what kind of questions we ask? സാധാരണ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? How did God created the world? Praise God. Or we, praise God, ask questions about evolution or instant creation. Praise God. And then also we ask questions like how long it took God to create the world, 6 literal days or ages. പ്രൈസ് ഗോഡ്. 6 ദിവസം കൊണ്ടാണോ 6000 വർഷം കൊണ്ടാണോ ദൈവം ലോകത്തെ ഉണ്ടാക്കിയത്? പിന്നീട് നമ്മൾ 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്തൊക്കെയാണ്? ദൈവം എങ്ങനെയാണ് ഭൂമിയെ ഉണ്ടാക്കിയത്? എവല്യൂഷൻ ആയിരുന്നോ? ഇൻസ്റ്റന്റ് ക്രിയേഷൻ ആയിരുന്നോ? ഗ്യാപ്പ് ഉണ്ടായിരുന്നോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരുപാട് അനവധി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ബട്ട് those are not the right questions as you begin to read the Bible, praise God. Let me tell you what would be the right questions. Why did God created me? Why did God create me? Praise God. What is the purpose of my creation? Hallelujah. ദൈവം എന്തിനാണ് എന്നെ നിർമ്മിച്ചത്? ഏത് കാര്യത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ നിർമ്മിച്ചത്? You will get the answer to relate, to have a relationship with my God. Praise God, hallelujah. ഞാൻ ഒരു കാര്യം പറയട്ടെ. When, praise God, we ask the right questions, when you start reading the Bible, you should ask the right questions. എന്താണ് എൻ്റെ പർപ്പസ്? വാട്ട് ഈസ് മൈ പർപ്പസ്? ഹൗ ഷുഡ് ഐ keep my relationship with my God? Praise God, hallelujah. What is the expectation of my God with my life? Praise God, hallelujah. If you are ready to ask those questions, let me tell you, my beloved, the Bible will never ever disappoint you. Praise God, hallelujah. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് എന്താണോ ഇൻട്രസ്റ്റ് അതിനെപ്പറ്റി നമ്മൾ ആദ്യം ചിന്തിച്ച് തുടങ്ങിയാൽ everything else will fall in place. Praise God, hallelujah. പിന്നീട് നമുക്ക് വിഷയം ഉണ്ടാകത്തില്ല. സ്തോത്രം. 6 ദിവസം കൊണ്ടാണോ 6000 വർഷം കൊണ്ടാണോ എവല്യൂഷൻ ആണോ ഇതൊന്നും നമുക്കൊരു വിഷയമേ ആകത്തില്ല. മറിച്ച് നാം ദൈവവുമായിട്ട് അങ്ങോട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയാൽ ഉണ്ടല്ലോ, everything else will make sense. Hallelujah. And we will start to believe in the Lord. Let me tell you, my beloved, always ask the right questions. And we are specialized in asking the controversial questions. അല്ലേ? പ്രൈസ് ഗോഡ്. നമുക്ക് കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചിട്ട് ബൈബിൾ വായിച്ച് തുടങ്ങിയാലുണ്ടല്ലോ, പ്രൈസ് ഗോഡ്, you will see how it can transform you. How he can build you, how it can move you ahead. Praise God, hallelujah. സ്തോത്രം. നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാൻ തക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. Now
ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വായിച്ചു, ഇൻ ദ ബിഗിനിങ് ഗാഡ് ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത്. നോട്ട് ഗോയിങ് ടു ഇന്റർപ്രറ്റ് ഓൾ ദോസ് തിങ്സ്. പക്ഷേ വേഴ്സ് നമ്പർ സെക്കൻഡിൽ നമ്മൾ വായിക്കുന്നത്, ദ എർത്ത് വാസ് ഫോംലെസ് ആൻഡ് വൈഡ് ആൻഡ് ഡാർക്ക്നെസ് വാസ് over the surface of the deep, and the Spirit of God was moving over the surface of the waters. Then God said, let there be light. Praise God. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു അഫർമേഷൻ, the first affirmation, the first confirmation that comes to my life is, I have a God who speaks and who acts. Praise God. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് വരുന്ന ചിന്തയാണ്. Praise God. നമ്മുടെ മനസ്സിലോട്ട് പല ചിന്തകളും വന്നേക്കാം, റൈറ്റ്? ബട്ട് എൻ്റെ മനസ്സിലോട്ട് വരുന്ന ആദ്യത്തെ ചിന്തയുണ്ട്, I always love to begin from the Lord. ദൈവത്തിൽ നിന്നാരും, എനിക്കൊരു ദൈവമുണ്ട്, സംസാരിക്കുന്ന ഒരു ദൈവം, പ്രവർത്തിക്കുന്ന ഒരു ദൈവം. I have a God who can speak, who can act, and who can create out of nothing. Praise God. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അഫർമേഷൻ ഉണ്ട്? Praise God. എത്ര പേർക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്? That should be the confidence that we should be receiving from the Lord as we begin to read the Bible. Praise God. I have a God. എനിക്കൊരു സംസാരിക്കാൻ കഴിവുള്ള, പ്രവർത്തിക്കുവാൻ കഴിവുള്ള, ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാത്തെയും വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള, എല്ലാത്തിനും മുമ്പേ ഉള്ളവനായ ഒരു ദൈവം എനിക്കുണ്ട്. That affirmation is more than enough for us to move forward. Praise God. But let me tell you, my beloved, he is a God who speaks, but he speaks into chaos. Praise God. കയോറ്റിക്കായി കടന്നതിനെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്ന ദൈവമാണ്. Praise God. Hallelujah. There are 3 words here. 3 വാക്കുകളുണ്ട്. Number 1, formless. Number 2, so you may have different translations, so the translations may vary, but there were formless, empty and dark. അല്ലേ? മലയാളത്തിൽ നമ്മൾ വരുമ്പോൾ എന്താണ് പറയുന്നത്? ശൂന്യമായത്, പാഴായത്, ഇരുളു മൂടിയത്. Praise God. So these were the 3 words that we come across, and that was the state. You need to understand God, the creation that we see here. Okay, don't take me wrong. The creation, the creative act that we see here, praise God, God began from there. Praise God. ദൈവം അവിടെ നിന്നാണ് അത് ആരംഭിച്ചത്. Right? Praise God. It describes our situation sometime. ഇനി ഈ 3 വാക്കുകളും സ്തോത്രം, ഇത് നമ്മുടെ അനുഭവങ്ങളെ കാണിക്കുകയാണ് പലപ്പോഴും. എന്താണെന്നറിയാമോ? കൺഫ്യൂസ്ഡ്, directionless, praise God, and stuck in darkness. But when you talk about formless, praise God, പാഴായി കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പാഴായി കിടക്കുക, formless. You don't know your purpose. That is what formless. ഒരു ഫോംലെസ് അല്ല ആ വാക്കിന് നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ, you don't know your purpose. Praise God. എങ്ങനെയൊക്കെയോ പോവുകയാണ്, ഒരു ഫോം ഇല്ല. Praise God. പാഴായി പോയി എന്ന് വെച്ചാൽ ഒരു പർപ്പസ് ഇല്ലാതെ പോയി. You don't know your purpose. I'm not going to explain. And the second word is empty. You feel unfulfilled inside. Right? അകത്ത് എന്താണെന്നറിയാമോ? ഒരു സംതൃപ്തി ഇല്ലാതെ, ഒരു തികവില്ലാതെ പോകുകയാണ്. You feel unfulfilled inside. And the third is, dark. You can't see what is next. You cannot see. അടുത്തത് എന്താണെന്ന് അറിയാൻ സാധിക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, how many of you
have been through such situation in your life? Praise God. എത്ര പേരിങ്ങനെ, sometimes you don't know your purpose. You are kind of formless. You feel unfulfilled inside. Doesn't matter, praise God, ഒരു സംതൃപ്തിയില്ല, ഒരു തികവില്ല. Praise God. And not only that, you cannot see what is next. Praise God. And this is called chaos. ഇതിനെയാണെന്ന് പറയുന്നത്, chaos ആയി എന്ന് പറയുന്നത്. പക്ഷേ praise God, ഇന്ന് പകൽക്കാലം don't feel disappointed. അടുത്ത സെന്റൻസ് നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്, ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. Praise God. The Spirit of God was moving over the surface of the waters. Praise God. The very presence of the wind of the God, the very presence of the Spirit of God, there says that God never abandons what is laid like formless, dark and empty. Praise God. പാഴായതിനെയും ശൂന്യമായതിനെയും ഇരുളുമൂടിയതിനെയും അവഗണിച്ച് കളയുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. Praise God. Hallelujah. Shrouded in darkness, formless and empty, but the presence of the Lord was moving over it. Praise God. സ്തോത്രം. ഈ വാക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ ആൾക്കാർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. സ്തോത്രം. ഏതിനെ അറിയാമോ? ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മുന്നേ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ഗോഡ്. ആ വാക്കിനെ ഇന്റർപ്രറ്റ് ചെയ്യുവാൻ ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ദർ ഈസ് only two times this verse, this particular Hebrew word occurs in the Bible. 2 പ്രാവശ്യം മാത്രമേ ഈ പദം, ഹീബ്രു പദം ബൈബിളിനകത്ത് വരുന്നുള്ളൂ. The second times we see in Deuteronomy chapter 32, ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലാണ്. Can you read? Thank you, Shiva sister. So it says, like an eagle that stirs up its nest, that hovers over its young. Praise God. മീതെ എന്ത് ചെയ്യുകയാണ്? പറക്കുകയാണ്. Praise God. Here I would like to say, not as the Spirit of God, but the wind of God. The wind of God, which means like a eagle, hover over its young, the wind of God was moving over the darkness. Praise God. So എന്താണ് നമ്മളെ കാണുന്നത് ചോദിച്ചാൽ, സ്തോത്രം, നമ്മൾ ഒരാള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, even though it was dark, even though everything was empty, formless, but there was a movement. There was a movement. Praise God. What was that? It was God, the wind of God. Praise God. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, sometimes we feel like empty and dark, but let me tell you my beloved, praise God, there is still hope, because God is moving over your state and situation. Praise God. ഒരു കഴുകന് തന്റെ കുഞ്ഞ് നശിച്ചു പോകാൻ ആഗ്രഹിക്കാതിരിക്കുന്നത് പോലെ, സ്തോത്രം, നീ പാഴും ശൂന്യവുമായി നീ അവസാനിക്കാതിരിക്കുവാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ദൈവം. Praise God. Hallelujah. It means, my beloved, my God is ready to recreate you at any time. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം നിന്റെ സ്റ്റേറ്റ് എന്താണെങ്കിലും, എത്ര ഹോപ്പ്ലെസ് ആണെങ്കിലും, ഇന്ന് പകൽക്കാലം നീ വിഷമിക്കേണ്ടുന്ന കാര്യമില്ല. പ്രൈസ് God. നീ കണ്ണുയർത്തി നോക്കിയാൽ you can feel that movement. Hallelujah. നിന്റെ മുകളിൽ ഒരു മൂവ്മെന്റ് ഉണ്ട്. Praise God. Because God loves you. God loves you. Hallelujah. And He is ready to speak to you. നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന, നമ്മെ പണിതെടുക്കുവാൻ ആഗ്രഹിക്കുന്ന, നമ്മെ ഷേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. സ്തോത്രം. Now, like if we were there, okay, we were not there because we were
Humanity was created after that. But ഞാൻ സങ്കല്പിക്കാൻ വേണ്ടി പറയുക, if we were there and if we look into the whole thing, what you will see? നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മളിപ്പം ദൈവം അവിടെ ഉണ്ട്, ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമ്മൾ അവിടെ ഉണ്ട്, നമ്മൾ നോക്കുകയാണെങ്കിൽ what we will see? Nothing other than chaos. But God is seeing. ദൈവം എന്താണ് കാണുന്നതെന്ന് അറിയാമോ? He sees creation. When you look at the whole thing, what you can see is chaos. But when God look at the whole thing, He's not seeing a chaos. He's not seeing emptiness. He's not seeing dark. He is seeing creation. Praise God, hallelujah. You may feel broken, but my God is getting ready to rebuild. Praise God. നീ നോക്കുമ്പോൾ തകർന്നിരിക്കുകയാണ്, പക്ഷെ എൻ്റെ ദൈവം നിന്നെ ഒന്ന് റീബിൽഡ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. That is why His presence is moving over you. ഇന്ന് പകൽക്കാലം സ്തോത്രം, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും തകർന്നുപോയി തരിപ്പണമായി, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇനിയൊരു ബിഗിനിങ് സാധ്യമല്ല എന്ന് ഹൃദയത്തിനകത്ത് ആമേൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നോട് പറയുകയാണ്, നോ, മൈ ഗാഡ് ഈസ് ഗെറ്റിംഗ് റെഡി ടു റിസ്റ്റോർ യു. My God is getting ready to rebuild you. Praise God. അവൻ നിന്നെ പുനർനിർമ്മിക്കാൻ പോകുകയാണ്. സ്തോത്രം, hallelujah. And let me tell you, my beloved, God spoke. That is the main important thing. എന്താണെന്നറിയാമോ? ദൈവം സംസാരിച്ചു. Praise God. And the voice of God. And what was the state of the earth before God spoke? ദൈവം സംസാരിച്ചതിന് മുമ്പ് ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? Chaos. And what was the state of the earth after God spoke? Praise God. ദൈവം സംസാരിച്ചതിന് ശേഷം ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? I don't have words to describe, but in one word I will say glorious and beautiful. Praise God. What made the difference? What made the difference? The divine commandment. Praise God. That's it. ദൈവം സംസാരിച്ചതിന് മുമ്പ് സർവനാശം, സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അതിമനോഹരം. This is what God is going to do in our life. Praise God. ഇതാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ കമാൻഡ്മെന്റ് മതി. Praise God. He looked at the chaos and He came up with the announcement. Praise God. അത് തന്നെയായിരുന്നു എസെക്കിയേലിനോട് പറഞ്ഞത്. The valley of the dry bone, ഷേപ്പ്ലെസ് ആയി കിടക്കുകയായിരുന്നു, കയോട്ടിക് ആയി കിടക്കുകയായിരുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എസെക്കിയേലിന്റെ കൂട്ട് ആരുമില്ല. Praise God. Thousands of dry bones ആണ്. അവിടെ പോയി നിൽക്കാൻ ധൈര്യം ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒന്ന് പോയി നിൽക്കാൻ ധൈര്യം കാണിക്കുമോ? പ്രൈസ് ഗാഡ്. ഇപ്പം നമ്മൾ വീമ്പ് പറയും, പക്ഷെ അവിടെ കൊണ്ട് നിർത്തിയാൽ അതോടെ നമ്മൾ നെക്സ്റ്റ് മൊമെന്റിൽ ഒരു ഡ്രൈ ബോണായി അവിടെ കിടക്കും. പ്രൈസ് ഗോഡ്. കാരണം ആർക്കും അതിനുള്ള ധൈര്യമില്ല. പ്രൈസ് ഗോഡ്. ഇറ്റ് വാസ് കയോട്ടിക്, ഫോംലെസ്, ഷേപ്പ്ലെസ്, empty, meaningless. Praise God. But that is where, amen, praise God, God used His servant to speak His divine commandment again. Praise God. എന്ത് സംഭവിച്ചെന്നറിയാമോ? നിമിഷങ്ങൾ കൊണ്ട് കയോസ് മാറി, നിമിഷങ്ങൾ കൊണ്ട് ബ്യൂട്ടിഫുൾ ആയി മാറി. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം ഒറ്റ നിമിഷം മതി എൻ്റെ ദൈവത്തിന്, കേട്ടോ. It won't even take a minute to transform your life. That is what I said. Genesis chapter 1 is not only a story of creation, but it is also a story of transformation. It will take not even a minute for my Lord to transform into what has been laid as chaos into a beauty. Hallelujah. നാശമായി കടന്നതിനെ മനോഹരമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് നിമിഷങ്ങൾ മതി. ഇന്ന് പകൽക്കാലം ആ ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. He is ready to speak. Amen. Praise God. Hallelujah. Let me tell you, my beloved, when God speaks, it happens. If you read chapter 1, ഒന്നാമത്തെ വാക്യം ചാപ്റ്റർ വായിക്കുകയാണെങ്കിൽ, and God said,
Then the other phrase, and it was so. ദൈവം പറഞ്ഞു, അതുപോലെ സംഭവിച്ചു. നമ്മൾ 1000 പറഞ്ഞാലും പിന്നെ അതുപോലെ കിടക്കും. പക്ഷെ ദൈവം പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. 10,000s of words you may speak, but it cannot bring a difference. But one word from my God. Jesus Christ, he just stood and rebuked the wind. Praise God. Wind obeyed. Praise God. പകൽക്കാലം പറയട്ടെ, എൻ്റെ ദൈവം ഒരു വാക്ക് സംസാരിച്ചാൽ അത് മതി, അത് അതുപോലെ സംഭവിക്കും. Praise God. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? Amen. Praise God. It takes your faith, my beloved. It takes, you have to trust in the Lord. This moment, as he speaks, he is ready to come up with his announcement over your life. Hallelujah. He still announces. Hallelujah. ഇപ്പോഴും അനൗൺസ് ചെയ്യാൻ ദൈവ ശക്തനാണ്. അവ എൻ്റെ കർത്താവിൻ്റെ ഒരു വാക്ക് മതി നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റും. Praise God. When he speaks, darkness doesn't argue, it disappears. When he speaks, emptiness doesn't resist, it fills. Hallelujah. When he speaks, chaos doesn't persist, it transforms. Hallelujah. Nothing can stand before the living word of my God. Hallelujah. എൻ്റെ ദൈവത്തിന്റെ മുൻപാകെ നിൽക്കുവാൻ ഒന്നിനും സാധിക്കത്തില്ല. ഒരു അന്ധകാര വ്യാപാരത്തിനോ ഒരു ഇരുളിന്റെ ശക്തിക്കോ എൻ്റെ ദൈവത്തിന്റെ മുൻപാകെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കും. Praise God. Hallelujah. My God can speak. Hallelujah. So it is important to hear what God is ready to speak. Praise God. We hear lots of voices. എന്താണ്? You failed too much and you will not win again. Praise God. We hear those voices. And there are lots of voices in this world. It says you will not change. You will not succeed. You are a failure. Praise God. Nothing is going to happen in our life. My friend, do not listen to those voices. Hallelujah. The divine commandment is available. Hallelujah. God speaks, let there be light. Amen. Praise God. His word. Hear those voices of God. ദൈവത്തിന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കേണ്ടത്. അവന്റെ ശബ്ദത്തിനാണ് നമ്മെ മാറ്റുവാൻ കഴിയുന്നത്. The one word from God can change your entire story. Hallelujah. നിന്റെ സ്റ്റോറിയെ മുഴുവനും റീറൈറ്റ് ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവന്റെ വാക്കാണ് നമ്മൾ കേൾക്കുന്നത്. Praise God. എന്താണ് കേട്ടോണ്ടിരിക്കുന്നത്? Praise God. Hallelujah. തീർന്നുവെന്നോ അവസാനിച്ചുവെന്നോ? ആമേൻ. ഹല്ലേലൂയ. ഇനിയൊരു എഴുന്നേൽപ്പില്ലെന്നോ? എന്താണ് നീ കേട്ടോണ്ടിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം പറയട്ടെ, if my God can bring beauty out of such chaos, he is able to transform the life of anyone. Hallelujah. ഇവിടെ ഇരിക്കുന്ന ആരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവത്തിന്റെ ശബ്ദത്തിന് കഴിയും. He is ready to speak. Hallelujah. To you tonight, and let me tell you, inspired by the Holy Spirit, I'm speaking to somebody this morning that he is going to change your life. Hallelujah. Amen. Praise God. You are going to have meaning in your life. You are not a failure. Amen. You cannot fail because your God is with you. Take courage. Have confidence. Have this affirmation deep within inside you that God is going to take you to the next level. He is speaking to you. Hallelujah. ദൈവം സംസാരിക്കുവാൻ ശക്തനാണ്. നീ ഒരു പരാജയമല്ല. ആമേൻ. സ്തോത്രം. കർത്താവ് നിന്നെ മാനിക്കും. നീ പരാജയപ്പെടത്തില്ല. ആമേൻ. സ്തോത്രം. സൃഷ്ടിതാവായൊരു ദൈവം നിന്റെ കൂടെയുണ്ട്. ആമേൻ. അത്യുന്നത നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. കഴുകൻ തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മീതെ വഹിക്കുന്നത് പോലെ ഒരു പുതിയ ആരംഭത്തിനു വേണ്ടി തൻ്റെ ചിറകുകളുടെ മീതെ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം നിന്നെ വഹിക്കുകയാണ്. Praise God. Hallelujah. I don't know, the Spirit of the Lord stopping me here
And I wanted to encourage you this morning. I have a couple more slides here. I'm not going there. Praise God. Hallelujah. പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വളരെ കൃത്യമായി സംസാരിക്കുകയാണ്. Praise God. This is not the end of your life. Your life is not going to end like this. Hallelujah. There is a new beginning, my beloved. There is a new beginning. He is going to give you new wings. Hallelujah. ഒരു പുതിയ ചിറക് നിനക്ക് നൽകി തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പുതിയ ആരംഭം ഇന്ന് പകൽക്കാലം. Oh, hallelujah. God is ready to do that. God is ready to do in your life. Hallelujah. With his creative work. Hallelujah. He can create you. He can bring you back. Hallelujah. പകൽക്കാലം എൻ്റെ ദൈവത്തിനും നിന്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യാൻ തക്കവണ്ണം സാധിക്കും. Praise God. Hallelujah. The same God who spoke, let there be light, is still speaking you. He's still speaking today. He says, let there be peace in your heart. He says, let there be healing in your body. He says, let there be hope in your situation. Hallelujah. Oh, hallelujah. He's speaking to you. പകൽക്കാലം അവൻ നിന്നോട് സംസാരിക്കും. Can you stand in the presence of the Lord? ദൈവത്തിൽ എഴുന്നേറ്റ് നടന്ന പകൽക്കാലം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. Hallelujah. Let me tell you, my beloved, hallelujah. Praise God. God's word, he says, hallelujah. He can make you new again. കഴിഞ്ഞ കാലത്തെ നീ ഓർക്കണ്ട. Your past doesn't define you, but God's word, will define you. Praise God. നിന്റെ പാസ്റ്റ് അല്ല നിന്നെ ഡിഫൈൻ ചെയ്യുന്നത്, ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. Hallelujah. Praise God. A new beginning is possible. ഇന്ന് പകൽക്കാലം ആരും ഭാരപ്പെടരുത്, ആരും പ്രയാസപ്പെടരുത്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവന് അവൻ നിന്റെ ജീവിതത്തെ ഓർഗനൈസ് ചെയ്യാൻ പോകുകയാണ്. ഒരു ഓർഡർ കൊണ്ടുവരാൻ പോകുകയാണ്. ഒരു ഫോം കൊണ്ടുവരാൻ പോകുകയാണ്. ഇനി നീ പാഴെന്നാരും പറയത്തില്ല. ഇനി നീ ശൂന്യമെന്നാരും പറയത്തില്ല. സ്തോത്രം. ഇരുളുമൂടിയ അവസ്ഥകളൊക്കെ മാറ്റിയിട്ട് ദൈവത്തിന്റെ വചനം ഒരു പ്രകാശം നിന്റെ മേൽ വരുത്താൻ പോകുകയാണ്. ഇതുപോലെക്കാലം എത്ര പേര് ഏറ്റെടുക്കുവാൻ തയ്യാറാകും? എത്ര പേര് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? പ്രൈസ് ഗോഡ്. എത്ര പേര് റെഡിയാണ്? ലോർഡ് അത്ര എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. Can you raise your hands and can you cry unto the Lord? Pray unto the Lord. Pray, I want a new beginning in my life. എത്ര പേര് റെഡിയാണ്? How many of you are ready? Praise God. Hallelujah. He is ready to rebuild you. He is ready to begin you again. Hallelujah. പുതുതായി ആരംഭിക്കാൻ പോകുകയാണ്. ദൈവകരങ്ങൾ സമർപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു പാട്ട് പാടി ദൈവത്തെ
കാണും